ബേർഡ് സാഞ്ചുറി റാസൽഖോർ. പക്ഷെ ഇവിടെ ക്ലോസ്ഡ് ആയിരുന്നു. വേറെ ഓപ്പൺ ആകുന്ന ദിവസം വരാം. പക്ഷെ എന്നാലും ഞങ്ങൾ പുറത്ത് നിന്ന് കണ്ടു. ഒരുപാട് അരണ്യങ്ങൾ അകത്തുണ്ട്. പക്ഷെ അകത്തോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാല് നല്ല അടിപൊളിയായിട്ട് വീഡിയോ എടുക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ അതുകൊണ്ട് ഞങ്ങൾ എന്താ അകത്തോട്ട് പോകാൻ പറ്റില്ല. പുറത്തൊന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ ആണ്. അരണ്യങ്ങളുടെ വീട് കാണാൻ പോയപ്പോൾ അവിടെ താൽക്കാലികമായി ക്ലോസ് ചെയ്തേക്കുക. പക്ഷെ അകത്തോട്ട് പോകാൻ പറ്റത്തില്ല എന്ന് തോന്നുന്നു. ഇപ്പൊ എങ്ങനെ കാണാവോ? ഇത് എപ്പോഴായിരിക്കും ഇവർ ഓപ്പൺ ചെയ്യുന്നത്? ഇന്ന് ഞങ്ങൾ പോയിരിക്കുന്നത് ബേർഡ് സെഞ്ചുറി റാസൽഖോർ എന്ന ഒരു അരയന്നങ്ങളുടെ വീടെന്നൊക്കെ വിശേഷിപ്പിക്കുക അങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഭാഗ്യമില്ലാണ്ടായിപ്പോയി. കാരണം അവിടെ എന്തോ ഒരു പണിയൊക്കെ മെയിൻ്റനൻസ് ഒക്കെ നടക്കുന്ന കാരണം അവർ താൽക്കാലികമായി ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. പക്ഷേ എന്നാലും ഞാൻ പുറത്തോടെയൊക്കെ നല്ല ഒരു എന്താ പറയുന്നത് നടക്കാനൊക്കെ നല്ലൊരു രസമുണ്ടായിരുന്നു കേട്ടോ. ചുറ്റുപാടും വേലിക്കെട്ടാണ്. കാരണം അങ്ങ് ഏക്കർ കണക്കിന് ഈ ഒരു അരണ്യങ്ങളുടെ ഒരു പൂങ്കാവനം എന്ന് പറയാം. അതുപോലെ നീണ്ടു നിവർന്ന് കിടക്കുക. ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കേട്ടോ. കാരണം വെള്ള അരണ്യങ്ങൾ ഇങ്ങനെ ഒരുപാട് കൂട്ടം കൂടി നിൽക്കും. ഞാൻ ഇടയ്ക്ക് എപ്പോഴും ഞാൻ സൂം ചെയ്ത് എടുത്തിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് വീഡിയോയിൽ കാണിക്കാതെ. ഇപ്പം തൽക്കാലം നോക്കിയപ്പോൾ അരണ്യം അവിടെ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ ന്യൂ ഇയർ അങ്ങനെ ഇത് നല്ല രസമാണ്. പക്ഷേ ഇതിൻ്റെ ഉള്ളിലൂടെ പോകാൻ പറ്റുമോ? നല്ല രസം ഉണ്ടായിരുന്നു അല്ലേ? ആരും ഇല്ല കേട്ടോ. നല്ല രസമാണ്. നല്ല ആ ഒരു ചെടിയാണ്, റോസ് കളർ പൂവില്ലേ, അവസാനം ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കായായിട്ട് രസമുണ്ടല്ലേ ഇത് കാണാൻ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്
മരുഭൂമിയിലെ മരുപ്പച്ച എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെയാണ് ഇവിടെ എല്ലാം. രജിതേനെ അവിടെ ഇങ്ങനെ നോക്കിപ്പോട്ടെ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ അരയന്നങ്ങളെ കാണാൻ വേണ്ടി വന്നത്. അകത്തോട്ട് ഇപ്പൊ എൻട്രി ഇല്ല, താൽക്കാലികമായിട്ട് ക്ലോസ് ചെയ്ത് വെച്ചേക്കുക. പിന്നെ വേറെ ദിവസം എപ്പോഴേലും വരണം. ഇവിടുന്ന് പോകാൻ പറ്റുമായിരുന്നോ? എനിക്ക് ഒരു മിനിറ്റ്, ഇത് നല്ല വ്യൂ ആ. കാടുകൾ, അത് നല്ല റോഡ്, നല്ല പച്ചപ്പ് ചെയ്യുന്ന അതിനപ്പുറത്തെ കോൺക്രീറ്റ് ബിൽഡിംഗ്, ദുബായ് ഒറിജിനൽ. ബ്യൂട്ടി ഉണ്ടെന്നാണ് അരയന്നകളെന്തേ? സൂം ചെയ്ത് നോക്കാം. സൂമിട് പോട്ടെ. സൂം പോട്ടെ കുറച്ചോടെ. സൂര്യൻ ഏറെക്കുറെ അസ്തമിക്കാറായി. അപ്പോൾ ആ ഒരു ടൈമിലാണ് ഞങ്ങൾ ഈ വീഡിയോ എടുക്കുന്നത്. നല്ല വെട്ടം ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡെന്ന് പറയുമ്പോൾ റീൽസാണ്. അതായത് ഒരുപാട് ആൾക്കാർ പല വെറൈറ്റി നല്ല അടിപൊളിയായിട്ടുള്ള റീൽസൊക്കെ കാണുമ്പോൾ ഇങ്ങനെ നമുക്കിങ്ങനെ ആഗ്രഹം തോന്നില്ല ഇതുപോലെ റീൽസ് എടുക്കണമല്ലോ എന്ന്. പക്ഷേ അതിന് നമ്മൾ എന്ത് പറയുന്നത്, ഇപ്പോൾ പ്രൊഫഷണലായിട്ടുള്ള ഒരു എഡിറ്ററോ അങ്ങനെ സംഭവമൊന്നുമല്ല. സാധാരണ ഒരു വീട്ടമ്മയിൽ നിന്ന് ഇത്രയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയ 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 കാര്യങ്ങൾ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ഒരു പ്രൗഡായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും പഠിക്കാതാണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം കുറച്ചും കൂടെ നമ്മൾ പ്രൊഫഷണൽ ആവുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ളൊരു വീഡിയോ ക്വാളിറ്റി എന്തായാലും ഓരോ വീഡിയോസിലും വരും. അപ്പോൾ എന്തായാലും അതൊക്കെ ഫ്യൂച്ചറിൽ നമുക്ക് നോക്കാം. പക്ഷേ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻട്രസ്റ്റിൻ്റെ പുറത്ത് ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ, അതായത് നമ്മുടെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ. നമുക്കൊരു അവധി ദിവസം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ലൈഫ് എക്സ്പ്ലോർ ആക്കുക, അത്രേ ഉള്ളൂ. നമുക്ക് കിട്ടുന്ന ഒരു ചെറിയ ജീവിതമേ ഉള്ളൂ. ആ ഒരു ജീവിതത്തിൽ നമ്മൾ മാക്സിമം ഹാപ്പി ആയിട്ടിരിക്കുക. ആരും നമ്മളെ ഹാപ്പിയാക്കാൻ വരില്ല. നമ്മുടെ ഹാപ്പിനെസ് നമ്മൾ തന്നെ കണ്ടെത്തണം. അപ്പം അങ്ങനെ എന്തായാലും ഇന്നത്തെ ആ ഒരു വരവെന്ന് പറയുമ്പോഴത്തേന് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇനിയിപ്പോൾ ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇതുപോലെ അടിപൊളി സ്ഥലങ്ങൾ കാണാനായിട്ട്. അപ്പോൾ ഞങ്ങൾ ഇനി അടുത്ത ഒരു വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ. എന്ന വർഷം എല്ലാവർക്കും നല്ലത് മാത്രം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഒരു കുഞ്ഞ് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാട്ടോ. അതുപോലെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ കാണുന്നിടം വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.